ഹായ് ആർമീസ്, ഞാൻ സുസനി 127 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് കുറച്ച് ലേറ്റാണെന്നറിയാം. കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് ഓക്കെ അല്ലായിരുന്നു. എൻ്റെ കണ്ണിന് തീരെ വയ്യായിരുന്നു. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയത്. സുസനി 1 ചെയ്ത് ഒരു 1 ഷോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ വരും. പിന്നെ ഡോണ്ടി വെനിവേറിൻ്റെ ഫാൻസുകാർ ചോദിക്കുന്നുണ്ട് എപ്പിസോഡ്. ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, എന്നാലും ഈ ആഴ്ച തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്താണ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. ഹായ് ലക്ഷ്മി. തനിക്കെന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ലിയ, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ത്രിലോകിന്റെ ക്ലോസ് ഫ്രണ്ട്. എന്തായാലും തന്നെ കണ്ടത് സന്തോഷം. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. പിന്നെ മീനാക്ഷിക്ക് സുഖമല്ലേ? അവൾക്കെന്നെ നന്നായിട്ട് അറിയാം. അവളോട് ചോദിച്ചാൽ മതി, എന്നെപ്പറ്റി പറഞ്ഞു തരും. പിന്നെ ത്രിലോക്, നീനോട് പറഞ്ഞില്ല നിന്നോട് ലക്ഷ്മി ഉണ്ടെന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്താ നിന്നോട് കേൾത്തില്ല. നീ ഒറ്റയ്ക്കാണ് കരുതാൻ ഞാൻ നിന്നെ വിളിച്ചത്. അത് ഞാൻ രാവിലെ ഓഫീസിൽ കിടക്കാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ ഞാൻ വർഷപ്പിൽ ചേട്ടനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ടൈം എടുക്കുമെന്ന്. പിന്നെ ബസ്സിന് വന്നു കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവില്ല. അപ്പം ഞാൻ നിന്നെ വിളിച്ചത്. ലേറ്റായിട്ട് ഓഫീസിൽ വന്ന് പാർത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ. പിന്നെ ത്രിലോക്, എൻ്റെ വില റിങ് നിനക്ക് കാറി കടന്ന് കിട്ടിയോ? ഞാൻ മിനിയാന്ന് കൈ കിടന്ന റിങ്ങില്ലേ, അത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കാണാനില്ല. അപ്പം ഞാൻ നിൻ്റെ കൂടെ കാറിലാണെന്ന് വന്നത്. അപ്പം ചിലപ്പോൾ നിന്റെ കാറിൽ കാണും, അതാ ചോദിച്ചത്. ഇതിലില്ലടി, ഉണ്ടെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ചിലപ്പോൾ ഓഫീസിൽ വല്ല കാണും. നീ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ആടാ, ഓഫീസിൽ നോക്കണം. അതെൻ്റെ ഫേവറേറ്റ് റിങ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളോ ഞാൻ അങ്ങനെ കളഞ്ഞു കുളിക്കാറില്ല. അതെങ്ങനെയെങ്കിലും അതെനിക്ക് കണ്ടെത്തണം. ലക്ഷ്മി, നിന്റെ കോളേജ് എത്തി അറിഞ്ഞു. പിന്നെ വൈകുന്നേരം നീ ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട, ഞാൻ നിന്നെ വിളിക്കാൻ വരാം. എന്തോ ഉണ്ട്. അവരെനിക്കിട്ട് കുത്തി സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടുപിടിച്ചോളാം. മീനു, എന്താ പറ്റിയ? മീനു, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? തലവേദന കുറഞ്ഞില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താടാ പറ്റിയേ? അമ്മയുടെ ഓർമ്മ വന്നോ? എനിക്ക് തോന്നി നിനക്ക് രമ്യയുടെ ഓർമ്മ വരുന്ന കാണുന്നത്. നീ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷനാണ്. അതുപോലെയല്ല നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പ തലവേദന വന്നപ്പോൾ അമ്മയില്ലാത്തപ്പോൾ സങ്കടമായി കാണുമെന്ന് തോന്നി. സാരിയില്ല, അമ്മേനൊന്ന് വിളിച്ചാൽ മതി. ആദ്യം നീ പോയി ടേബിളിൽ പോയിരിക്കും. ഞാൻ നിനക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഞാൻ ഫുഡും കൊണ്ട് അങ്ങ് വരാനെപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നത്. ആദ്യം ഫുഡ് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട നിർമ്മലമ്മ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ മര്യാദയ്ക്ക് പോയിരുന്നേ, ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരുക. മീനു, മീനു, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? തലവേദനയൊക്കെ കുറഞ്ഞു? നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ കാര്യമായിട്ട് എനിക്കൊരു സമാധാനമില്ല. പിന്നെ ഇന്ന് ടീച്ചേഴ്സ് ഒന്നും ക്ലാസ് എടുത്തില്ല. എല്ലാവരും ചുമ്മാ നടക്കുമായിരുന്നു. അതെന്താ? അത് യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രാക്ടീസിന് വേണ്ടി എല്ലാവർക്കും ടൈം കൊടുത്തതാ. ഓ, അങ്ങനെ. പിന്നെ മീനു, ഞാൻ നിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എടി, അത് നിനക്ക് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ലിയനെ അറിയോ? ലിയോ? എനിക്കറിയില്ല. നീ എന്തിനാ അവളെ പറ്റി ചോദിച്ചേ? അത് രാവിലെ ത്രിലോകേട്ടനല്ലേ കോളേജിൽ കൊണ്ടാക്കിയത്. അപ്പച്ചി പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ അവള് ത്രിലോകേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കാർ എന്തോ പ്രോബ്ലം സ്റ്റാർട്ടാകുന്നില്ല എന്തോ. അത് കാരണം ബസ് സ്റ്റോപ്പിലുണ്ട്, പിക്ക് ചെയ്യാൻ വരാമോ? അവളെ ത്രിലോകേട്ടൻ പിക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ നോർമലി സംസാരിച്ചു. അതാ നിനക്കറിയുമെന്ന് ചോദിച്ചത്. നോർമലി സംസാരിച്ചെന്ന് പറഞ്ഞ അവളെന്ന് നിന്നോട് ചോദിച്ചേ? പ്രത്യേകിച്ചൊന്നുമില്ല. അവൾ പരിചയപ്പെടുത്തി. പിന്നെ നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ നോർമൽ കുറച്ച് കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ, നന്നായി. അല്ല, നീ വൈകുന്നേരം എങ്ങനെയാ വന്നേ? ത്രിലോകേട്ടൻ വിളിക്കാൻ വന്നടി. എന്നിട്ട് ത്രിലോകേട്ടൻ എന്തേ? ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് കയറി പോന്നു. ത്രിലോകേട്ടൻ കാറ് പാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ കൂടി. ആ, എന്നാ നീ റൂമിൽ ചെല്ലാൻ നോക്ക്. ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ നോക്ക്. ആടി, ഞാനൊന്ന് പോയി ഫ്രഷ് ആകട്ടെ. നീ ഒന്നും കഴിച്ചില്ലല്ലോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നാ ശരി. അയ്യോ, ഞാൻ നിന്റെ അടുത്തേക്ക് വരാനിരിക്കുമായിരുന്നു. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? തലവേദനയൊക്കെ കുറഞ്ഞോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊക്കെ നിങ്ങൾക്കാണല്ലോ. ത്രിലോകേട്ട, നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാ? നീ എന്തോ നീ പറയുന്നേ? എനിക്കൊത് മനസ്സിലായില്ല. വളച്ചു കെട്ടാത്ത കാര്യം പറ. വളച്ചു കെട്ടില്ലാത്ത കാര്യം പറയണോ? എന്നാ കേട്ടോ, ഇപ്പോഴും നിങ്ങൾ ഈ ആക്കളെ ഇടപാട് നിർത്തിയിട്ടില്ലല്ലേ? നീ എന്താ പറയുന്നേ? എന്നോട് ആരെയും ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞേ. ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്നോട് ലച്ചു വന്ന് ചോദിച്ചു നിനക്ക് ലിയാൻ അറിയുമെന്ന്. അവൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ ഓഫീസിൽ പോയപ്പോൾ ഇവിടെ ലച്ചു ഉണ്ടായിരുന്നല്ലോ. അവിടെ ഞാൻ കോളേജ് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ലിയ എന്നെ വിളിച്ചിരുന്നു. അവള് ബസ് സ്റ്റോപ്പിൽ ഉണ്ട്, അവളെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, അപ്പൊ എൻ്റെ കൂടെ വരണമെന്ന്. അപ്പൊ ലിയയും കാറിലുണ്ടായിരുന്നു. അപ്പൊ അവർ നോർമലി സംസാരിച്ചു. അതുകൊണ്ടായിരിക്കും അവള് ചോദിച്ചത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നല്ലത്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ, അല്ലാതെ വേറൊന്നുമില്ല. നീ ചുമ്മാ ആവശ്യത്തിന് തിരിച്ചു കൂട്ടണ്ട. ത്രിലോകേട്ടാ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളെ ലിയാൻ തമ്മിൽ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെത്ര പെട്ടെന്ന് എത്തിക്കോ. ലച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, അവളെന്റെ സഹോദരിയും കൂടി. അവളെ ലൈഫിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ലിയ എന്ന് പറഞ്ഞവളത്ര മനസ്സിലാക്കലൊന്നുമില്ല. അവളെനിക്ക് നന്നായിട്ടറിയാം. ചേട്ടനോട് ഞാൻ ഓൾറെഡി ഒരുപാട് വാണിയത്. എന്നിട്ടും ചേട്ടൻ അവളൊക്കെ ബന്ധം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ചേട്ടൻ ഈ ബന്ധം തുറന്നു പോവാണെങ്കിൽ അത് പ്രശ്നം. നിർത്തിയേ പറ്റൂ. പാർത്തേട്ടാ, നിങ്ങൾ വീട്ടിലൊന്നും പോകുന്നില്ലേ? എന്ത് പറ്റിയേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അത് എന്താ ഏട്ടാ, കാര്യം പറ. എടാ, ഇന്നലെ നൈറ്റ് ഞാൻ കുറച്ച് ഓവറല്ലായിരുന്നു. നീയല്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാനും നീനും കൂടെ ഇന്നലെ ചെറിയ വഴക്കുണ്ടായിരുന്നു. അവൾ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇന്നലെ ഞാൻ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയ. മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ? എടാ, അത് ഞാൻ ഇന്നലെ അവളുടെ അനുവാദം പോലും ചോദിക്കാതെ അവളോട്, എടാ എനിക്ക് സത്യമായിട്ടൊന്നും ഓർമ്മയില്ല. രാവിലെ എണീറ്റപ്പോൾ റൂമിൻ്റെ അവസ്ഥ അവളെയും കണ്ടപ്പോഴാണ് ഞാൻ ഇന്നലെ എന്തോ കാര്യമായിട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായത്. സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഓ എന്റെ ദൈവമേ, ഇന്നലെ നിങ്ങളെ വീട്ടിൽ വിടാൻ പാടില്ലായിരുന്നു. അതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു സ്ത്രീയുടെ ശരീരത്തെ അവൾ അനുവാദം കൂടാതെ ഓടുന്ന തെറ്റാ. അതിപ്പോ ഭാര്യ ആയാലും. അപ്പോഴാണ് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ചേട്ടൻ ഇതുവരെ അവളോട് നേരം സോറി പോലും ചോദിച്ചില്ലെന്ന് എനിക്കറിയാം. ചോദിച്ചെങ്കിൽ ഇരിപ്പ് ചേട്ടൻ ഇവിടെ ഇരിക്കില്ല. ചേട്ടൻ ഇപ്പൊ വീട്ടിൽ ചെല്ല, അവളോട് സോറി ചോദിച്ചു കണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അവൾ ചേട്ടന്റെ ഭാര്യയല്ലേ. എടാ, അതാ ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? എടാ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ റൂമിൻ്റെ അവസ്ഥയും മീനാക്ഷിനെയും കണ്ടപ്പോൾ ഇന്ന് രാത്രിയും ചെയ്തതിനെ പറ്റി 7 ചിന്താനം എനിക്ക് കിട്ടി. അതിൻ്റെ ദേഷ്യത്തിൻ്റെ സങ്കടത്തിൽ ഞാൻ റൂമിൻ്റെ വെളിയിൽ ഇറങ്ങി. താഴത്തെ ഹാളിലാണെങ്കിൽ ലക്ഷ്മിയും ത്രിലോകം കൂടെ കളിച്ച് ചിരിച്ചിരിക്കുന്നു. അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ റൂമിൽ വന്ന് മീനാക്ഷിയുടെ അതിൻ്റെ എല്ലാ ദേഷ്യവും കൂടെ വെച്ച് തീർത്തു. ആവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പാടില്ലാത്തത്. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുകയും ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനും. എടാ, ഞാൻ അപ്പത്തെ ആ ദേഷ്യത്തിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണേ പറയണമെന്ന് എനിക്ക് ഒരു ഭൂതവും ഇല്ലടാ. പ്രത്യേകിച്ച് ത്രിലോകനും ലക്ഷ്മിനെയും കൂടെ കണ്ടാൽ പിന്നെ എനിക്ക് പിച്ചാടാ. അപ്പത്തെ ദേഷ്യത്തിലാണ് ഞാൻ അതൊക്കെ വിളിച്ച് പറഞ്ഞത്. ഇപ്പം എന്താ ചെയ്യുക? എനിക്ക് മീനാക്ഷിയുടെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല.
ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല പോലും. ചേട്ടൻ വീട്ടിൽ പോകാൻ നോക്ക്. എന്നിട്ട് അവളോട് സോറി പറ. ആത്മാർത്ഥമായിട്ട് സോറി പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മനസ്സിലാക്കും. അവളായതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ചേട്ടൻ വീട്ടിൽ പോകാൻ നോക്ക്. ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. എന്താ ഉറക്കം വരാത്തത്? ഇപ്പൊ സമയം 12 മണിയായല്ലോ. അറിയില്ല, ഉറക്കം വന്നില്ല. നീ കണ്ണടച്ച് കിടക്ക, ഉറക്കം വന്നോളൂ. നാളെ കോളേജിലൊക്കെ പോകണ്ടല്ലേ, ഉറങ്ങാൻ നോക്ക്. ചേട്ടൻ കിടക്കാൻ വരുന്നില്ലേ? ഞാൻ വരുക, നീ നീങ്ങി കിടക്ക. ലക്ഷ്മി, നീ എന്തോ നടി കാണിക്കുന്നടി, കാലും കൈമേത്തുന്നെടുക്കടി. നീങ്ങി കിടക്ക. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കിടന്നോട്ടെ പ്ലീസ്. ഈ വീട്ടിൽ ആരും ഇല്ലേ? ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ പന പോയി നിന്നിട്ട് നിന്റെ കണ്ണിക്കുരുവാണ് മോളെ. എത്തിക്കോ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്താണ് രാവിലെ 2 എണ്ണം കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയത്? എന്താ വല്ല കാരണം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ മോളോ? ഇത് ഞങ്ങളുടെ കൂടെ വീടല്ലേ? ആണല്ലോ, നിങ്ങളുടെയും കൂടെ വീടാണല്ലോ. നിങ്ങളുടെ വീടെന്ന് ആരാ പറഞ്ഞേ? മായാൻറ്റി. ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോ എവിടെ പോവാനാ? അത് രാവിലെ നിങ്ങളുടെ അമ്മായിമ്മയും നിങ്ങളുടെ ചേട്ടത്തെയും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആന്റിയും കൂടെ പോയി കാണും. എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പോയില്ല. രാവിലെ ഏറ്റപ്പോ സുഖമില്ലായിരുന്നു. മീനു, നീ എന്തോന്നും മിണ്ടാ നിൽക്കുന്നേ? നിങ്ങൾ മിണ്ടുവല്ലായിരുന്നു, അതാ ഞാൻ മിണ്ടാക്കുന്നത്. എന്ത് പറ്റി മീനു? നിന്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അയ്യേ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. നിന്നെ കണ്ടിട്ട് വയ്യാത്ത പോലെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ഇതാര്? ലച്ചു മീനു? അതെ, ലച്ചു മീനു. എന്താണ്? എന്റെ പെങ്ങടെ ഒരേ ഒരു മോൾക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയായിരുന്നു. അറിയത്തില്ലായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പഴാ കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ അച്ഛ, രാവിലെ വെള്ളൊക്കെ വായ്പൊന്നും ചൊറിയേണ്ട വല്ല ആവശ്യമുള്ള കാര്യമാണ്. ഓ, ഇപ്പത്തെ പിള്ളേരോടൊന്നും പറയാൻ പാടില്ല. ഒന്ന് പറഞ്ഞ 10 ആണല്ലോ ഇങ്ങനെ തിരിച്ചു പറയുന്നത്. ഇനി ഇളിച്ച് കാട്ടണ്ട. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല, അത് മതി. വാ, അകത്തിട്ട് കയറി. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? വാ, എന്തെങ്കിലുമൊക്കെ കഴിക്കാം. മീനു, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ. അവൻ എന്റെ റൂമിലുണ്ടടി. ആണോ? അന്ന് ഞാൻ പുള്ളിനെ കണ്ടിട്ട് വട്ടെ. മീനു, നീ ഇവിടെ നിന്നോ, ഞാൻ പറയാം. കരൺ ബ്രോ. ലച്ചു, നീയോ? ഓ, നീ വന്നിട്ട് ഒച്ചാണ് ഈ താഴ്ത്ത് കേട്ടോണ്ടിരുന്നേ. നീ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, മീനും ഉണ്ട്. അവളുടെ എല്ലാവരോടും സംസാരിക്കുക. ആ, പിന്നെ നിനക്ക് സുഖമാണോ? ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? സുഖാന്നൊക്കെ പറയാം. ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നു. ചേട്ടനോ, സുഖമാണോ? ആ, എനിക്ക് സുഖം. നിങ്ങളുടെ കൂടെ ചുമ്മാ ഇറങ്ങിയതാണോ അല്ല എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാ മീന് ചുമ്മാ ഇറങ്ങിയതാ, ഞാൻ ചുമ്മാ ഇറങ്ങിയതല്ല. ഞാൻ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താ ലച്ചു, ചോദിക്കേ. ഞാൻ വളച്ചുകെട്ടില്ലാത്ത കാര്യം ചോദിക്കാം. നമ്മുടെ ഓഫീസിലെ ലിയം ത്രിലോകേട്ടൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലിയൻ ത്രിലോകേട്ടന് എന്ത് ബന്ധം? ത്രിലോകേട്ടൻ്റെ ഭാര്യ എന്ന നിലയിൽ എൻ്റെ കുടുംബജീവൻ തർക്കത്തിനിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ തമ്മിൽ? നീ കരുതുന്ന പോലെ അവർ തമ്മിലൊന്നുമില്ല. ലിയൻ ത്രിലോകേട്ടൻ നല്ല ഫ്രണ്ട്സാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ലിയ നമ്മുടെ ഓഫീസിലെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ്. അപ്പോൾ ത്രിലോകേട്ടൻ്റെ പല കാര്യങ്ങളും അവനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു നല്ല ബോണ്ടുണ്ട്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ചേട്ടൻ പറയുന്ന ഈ കാര്യം വിശ്വസിച്ചോട്ടെ? ആ,
വിശ്വസിച്ചോ? ത്രിലോകേട്ടനും ലിയൻ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ ചുമ്മാ ആവശ്യാർത്ഥം ചിന്തിച്ചു കൂട്ടണ്ട. ത്രിലോകേട്ട, ഇന്നലെ വീട്ടിൽ ലച്ചു മീനും വന്നിട്ടുണ്ടായിരുന്നു. ആടാ, അവൾ എന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. അവളെന്തിനാ അങ്ങോട്ട് വന്നെന്ന് ചേട്ടനറിയോ? അവൾക്ക് കൊച്ചച്ഛനെ ആന്റീനെയും പിന്നെ ഋത്തിക്കലൊക്കെ കാണണമെന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നത്. അത് ചേട്ടനോട് വീട്ടുകാരോടും പറഞ്ഞിട്ട് അവളെ ഇറങ്ങിയ കാര്യമല്ലേ. അവൾ അതിനല്ല അങ്ങോട്ട് വന്നത്. അവൾ ഇന്നലെ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടാ വന്നത്. ചോദിച്ച വേറൊന്നുമല്ല, ത്രിലോകേട്ടൻ നീയും തമ്മിൽ എന്താ ബന്ധം. എനിക്കെന്താ പറയണ്ടെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാ, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ച പറഞ്ഞു വിട്ടത്. ഞാൻ പറഞ്ഞവൾ മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവളത് അന്വേഷിച്ചു. നമ്മുടെയൊക്കെ ശരീരത്തോട് ജോലി തന്നെയല്ലേ അവളെ ശരീരത്തും കൂടെ ഓടുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് അന്വേഷിച്ച് എൻ്റെ വേര് വരെ ചെകഞ്ഞെടുത്തുകൊണ്ട് വരും. അത് തന്നെ അവളും ചെയ്യും. അവൾ ഇതൊക്കെ കണ്ടുപിടിക്കും. നമ്മൾ ചേട്ടൻ ഇതൊക്കെ നിർത്താൻ ചേട്ടൻ നല്ലത്. അവൾ ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടുകാരെന്നുള്ള കാര്യം ചേട്ടൻ അറിയാലോ. അതിനും കഷ്ടം സിധുവേട്ടൻ്റെ കാര്യമായിരിക്കും. സിധുവേട്ടനെ പറ്റി ഒന്നും അറിയില്ല. നേരത്തെ സിധുവേട്ടനെ കണ്ണടിച്ച് വിടത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. സിധുവേട്ടൻ ആഗ്രഹിക്കുന്നത് ചേട്ടൻ ലക്ഷം കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന്. ആ സമയത്ത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സിധുവേട്ടൻ്റെ ചെയ്യുമ്പോൾ ചേട്ടൻ അറിയാലോ. ഞാൻ പറഞ്ഞോളൂ പറഞ്ഞതേ ഉള്ളൂ. ഇനി ചേട്ടൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കും. ലച്ചു, നിനക്ക് അറിയാലോ, രമ്യ ആൻറ്റിയുടെയും മിനുവിൻ്റെ അച്ഛൻ്റെയും വീട് പാലക്കാടാണ്. അതൊരു പക്ക ഗ്രാമപ്രദേശം. രമ്യ ആൻറ്റിക്ക് അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. പിന്നെ അങ്കിൾക്ക് ആരുമില്ല. അവർ രണ്ടിനും പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അതിനുശേഷം കുറച്ച് ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് വന്നത്. അങ്കിളിൻ്റെ ഏതോ ഫ്രണ്ട് വഴിയാണ് നമ്മുടെ തറവാട്ടിൽ ഡ്രൈവറായിട്ട് അങ്ങൾക്ക് ജോലി കിട്ടിയത്. അങ്ങനെയാണ് അങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്ന് ഒരു 2-3 വർഷം ശേഷം തോന്നുന്നു സ്ഥലം മേടിക്കും വീട് വെക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നിൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടാണ് രമ്യ ആൻറ്റി പാർട്ടിനെ നിലവിൽ നോക്കാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. കല്യാണം കഴിച്ചിട്ട് വർഷങ്ങളായിട്ട് രമ്യ ആൻറ്റിക്കും അങ്ങൾക്കും പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരുണ്ടാകാത്തതല്ല, രമ്യ ആൻറ്റി പ്രഗ്നൻ്റ് ആയാലും 1 മാസം കഴിയുമ്പോൾ അബോർഷനായിട്ട് പോകും. അങ്ങനെ 2-3 തവണ സംഭവിച്ചിട്ടുണ്ട്. ആ ടൈമിലാണ് മീനുവിനെ പ്രഗ്നൻ്റ് ആകുന്നത്. അത് 2 മാസം കൂടുതൽ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് ചാൻസ് ഉണ്ടെന്ന്. പിന്നെ രമ്യ ആൻറ്റിയുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായിരുന്നു. അത് കാരണം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രമ്യ ആൻറ്റി പാർട്ടിനെ നോക്കാൻ ഇങ്ങോട്ട് വരാതായത്. പിന്നെ നീ ജനിച്ചിട്ട് 1 മാസം ഉള്ളപ്പോഴാണ് മീനു ജനിക്കുന്നത്. അത് കഴിഞ്ഞ് മീനുവിന് 6 മാസം ഉള്ളപ്പോഴാണ് മീനുവിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. പിന്നെ ദൈവങ്ങള് രമ്യ ആൻറ്റീനെ മീനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആരും ഇല്ലാന്ന് വെച്ചിട്ട് രമ്യ ആൻറ്റി നാട്ടിൽ പോകാതെ ഇവിടെ നിൽക്കാനുള്ള കാര്യം ചിലപ്പോൾ മീനു നല്ല ഭാവി ഓർത്തിട്ടായിരിക്കും. അത് തന്നെയാകാം. പിന്നെ മീൻ 1-2 അങ്ങനെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു രമ്യ ആൻറ്റി ഇവിടുത്തെ വീട്ടിലേക്ക് പോകുന്നത്. അതുവരെയും അവരിവിടെ തന്നെയായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ വരെയുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാമല്ലോ. പിന്നെ മീനുവിൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റ്, അത് നോർമൽ ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. നമ്മുടെ തറവാട്ടിലെ വണ്ടിയും കൊണ്ട് പോകുന്ന ടൈമിലായിരുന്നു ഒരു ലോറി ഇടിച്ചതാണ്. ലോറി ഡ്രൈവർ കുടിച്ചിട്ടുണ്ടായിരുന്നു. അന്നങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളൊന്നുമില്ല. സിധുവേട്ട, എനിക്ക് തോന്നുന്നില്ല ഇത് മാത്രം രമ്യാനിയുടെ മീനുവിൻ്റെ സ്റ്റോറി. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. നമ്മൾ അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ. സിധുവേട്ട, പ്ലീസ് ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കുക. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒന്ന് അന്വേഷിക്കാൻ നല്ലതായിരിക്കും. പിന്നെ രമ്യാൻ്റെ പ്രഗ്നൻസി സമയത്ത് വിസിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, അവിടെയും കൂടെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ ഇത്രയും ചേട്ടനെ ഫോഴ്സ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കാണണ്ടാവും ചേട്ടൻ അറിയാമല്ലോ. എന്താണെന്ന് എനിക്ക് ചേട്ടനോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ സമയമാകുമ്പോൾ പറയാം. പക്ഷെ ചേട്ടൻ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം. ആലോചിച്ചു, നീ ഇത്രമാത്രം ഫോഴ്സ് ചെയ്ത് അന്വേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ എന്തൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളൊന്നും ചോദിക്കുന്നില്ല. സമയമാകുമ്പോൾ ഒന്ന് തന്നെ പറഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഞാൻ രമ്യാനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡൗട്ട് അടിച്ച് തോന്നിയ ഒരു കാര്യം രമ്യാൻ്റെ പ്രഗ്നൻസിയും മീനു ജനിച്ചതുമാണ്. അതിലെനിക്ക് ഡൗട്ട് അടിക്കാനുള്ള കാര്യം രമ്യാൻ്റെ പ്രഗ്നൻസി അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഉറപ്പും ഇല്ലായിരുന്നു. ആദ്യമൊക്കെ ഓക്കെ ആണെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമായിരുന്നു. ഡെലിവറിക്കെന്തോ ഒരാഴ്ചയുള്ള സമയത്തായിരുന്നു രമ്യാൻ്റെ ഒന്ന് വീണു. അന്ന് അങ്കിള് വീട്ടിലായിരുന്നു. അങ്കിള് വീട്ടിൽ വന്നപ്പോൾ ചോരയെ കുളിച്ച് പോലെ നിൽക്കുന്ന രമ്യാൻ്റീനെ കണ്ടത്.
അതോടെ രമ്യാൻ്റെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവർ നെയ്ബേഴ്സ് പറയുന്നത് കൊച്ചു രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ മീനു ജനിച്ചെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായി തോന്നിയെന്ന്. ആ കാര്യം എനിക്ക് കുറച്ച് റോങ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നി.